പരിശുദ്ധ അമ്മ. All glory be to the Father, and to the Son, and to the Holy Spirit, as it was in the beginning, is now, and ever shall be, world without end. Amen. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, യഥാർത്ഥ മരിയഭക്തി എന്ന പുസ്തകത്തിൽ വിശുദ്ധ ലൂയിസ് ദി മോൺഫോർട്ട് നമ്മളൊക്കെ കൊണ്ടു നടക്കുന്ന മാതാവിനോടുള്ള ഭക്തി യഥാർത്ഥമാണോ അല്ലയോ എന്ന് പരിശോധിക്കുവാൻ ഈ ദിവസങ്ങളിൽ നമ്മെ ക്ഷണിക്കുകയാണ്. അങ്ങനെ പരിശുദ്ധ അമ്മ 18-ൻ്റെയും 19-ൻ്റെയും തുടർച്ചയായിട്ടാണ് പരിശുദ്ധ അമ്മ ഈ 20-ൽ യഥാർത്ഥമല്ലാത്ത മരിയഭക്തിയും മരിയഭക്തരും ആരാണ് എന്ന് വിശുദ്ധൻ തുടർച്ചയായി ഇന്ന് നമ്മെ പഠിപ്പിക്കുക. ദിവ്യകാരുണ്യ ഭക്തി കഴിഞ്ഞാൽ ഏറ്റവും വിശുദ്ധവും ഉത്കൃഷ്ടവുമാണ് മരിയഭക്തി. എന്നാൽ അതിൻ്റെ ദുരുപയോഗം വലിയ ദൈവദോഷമാണ് എന്ന് വിശുദ്ധൻ പഠിപ്പിക്കുന്നു. അയോഗ്യമായ ദിവ്യകാരുണ്യ സ്വീകരണം ഒഴിച്ചാൽ ഇത് ഏറ്റവും ഗൗരവമേറിയ പാപമാണ് എന്നും വിശുദ്ധൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഇനി പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുന്ന മരിയഭക്തരായ നമ്മൾ ഓരോരുത്തരും വളരെ നിർബന്ധമായി ചെയ്തിരിക്കേണ്ട 3 കാര്യങ്ങൾ വിശുദ്ധൻ നമ്മെ പഠിപ്പിക്കുന്നു. 1. ക്രിസ്തുനാഥനെയും പരിശുദ്ധ കന്യകാമറിയത്തെയും കഠിനമായി ദ്രോഹിക്കുന്ന മാരകമായ പാപങ്ങൾ ഒരിക്കലും ചെയ്യുകയില്ലെന്ന് ഹൃദയപൂർവ്വം ദൃഢപ്രതിജ്ഞ ചെയ്യണം. 2. പാപം ഒഴിവാക്കുവാൻ തന്നോട് തന്നെ കാർക്കശ്യം കാണിക്കണം. നമ്മൾ നിർബന്ധമായും നമ്മുടെ ശരീരത്തെ, മനസ്സിനെ, സന്ധിബന്ധങ്ങളെയൊക്കെ നിയന്ത്രിച്ച് നമ്മൾ തന്നെ കാർക്കശ്യം കാണിച്ച് പാപം ഒഴിവാക്കാൻ നമ്മൾ പരിശ്രമിക്കണം. 3. മാതാവിന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന കൂട്ടായ്മകളിൽ ചേരുക, ജപമാലയോ മറ്റ് പ്രാർത്ഥനകളോ ചൊല്ലുക, ശനിയാഴ്ച ദിവസങ്ങളിൽ ഉപവസിക്കുക തുടങ്ങിയവയാണ്. കഠിനഹൃദയരായ പാപികളെ പോലും വിസ്മയകരമാംവിധം മാനസാന്തരപ്പെടുത്തുവാൻ കഴിവുള്ളവയാണ് ഈ പറഞ്ഞവ എന്ന് വിശുദ്ധ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മളൊക്കെ ഇപ്രകാരം ഈ കാര്യങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ നമ്മുടെ ഒരു പാദം നരകത്തിൻ്റെ അഗാധ ഗർത്തത്തിലാണെങ്കിൽ പോലും നമ്മൾ ഈ മാർഗം സ്വീകരിച്ചാൽ ദൈവം അവിടുന്ന് നമ്മളെ വലിച്ചെടുത്ത് സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും, പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ പ്രാർത്ഥനയിലും മധ്യസ്ഥതയിലുമെന്ന് വിശുദ്ധ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. മാതാവിൻ്റെ മാധ്യസ്ഥം വഴി ദൈവത്തിൽ നിന്ന് മനസ്താപത്തിൻ്റെയും പാപമോചനത്തിൻ്റെയും അനുഗ്രഹവും ദുഷ്തഴക്കങ്ങളെ ജയിക്കുവാൻ ആവശ്യമായ കൃപയും ലഭിക്കുവാൻ വേണ്ടിയായിരിക്കണം നമ്മൾ ഈ ഭക്തകൃത്യങ്ങൾ അനുഷ്ഠിക്കേണ്ടത്. നേരെ മറിച്ച് മനസാക്ഷിയുടെ നിരന്തരമായ ശാസനകൾക്കും ക്രിസ്തുവിൻ്റെയും വിശുദ്ധരുടെയും സദ്മാതൃകകൾക്കും സദുപദേശങ്ങൾക്കും എതിരായി പാപത്തിൽ തന്നെ കഴിഞ്ഞുകൂടാനാണ് ശ്രമമെങ്കിൽ ഈ ഭക്തകൃത്യങ്ങളെല്ലാം നമുക്ക് നിഷ്ഫലമായിരിക്കും. ഇനി യഥാർത്ഥമല്ലാത്ത മരിയഭക്തിയുടെ 5-ാമത്തെ കൂട്ടരെ കുറിച്ച് വിശുദ്ധ ലൂയിസ് ദി മോൺഫോർട്ട് നമ്മെ പഠിപ്പിക്കുന്നു. 1, 2, 3 കൂട്ടർ ആയ വിമർശകർ, സംശയാളുക്കൾ, ബാഹ്യഭക്തർ, സ്വയം വഞ്ചിതർ എന്നിവരെക്കുറിച്ച് പരിശുദ്ധ അമ്മ 18, 19-ലും നാം കണ്ടു. ഇന്ന് വിശുദ്ധൻ 5, 6, 7 തരത്തിലുള്ള വ്യക്തികളെക്കുറിച്ച് പറയുക. 5-ാമത്തെ വ്യക്തികളാണ് ചഞ്ചല മനസ്കർ. ഭക്തിയിൽ സ്ഥിരതയില്ലാത്തവരാണവർ. ഈ നിമിഷം അവർ തീക്ഷ്ണ ഭക്തരെങ്കിൽ അടുത്ത നിമിഷം തന്നെ അവർ മന്ദഭക്തരാകും. ചിലപ്പോൾ മാതാവിന് വേണ്ടി എന്തും ചെയ്യാൻ സന്നദ്ധത പ്രകടിപ്പിക്കുന്ന അവരുടെ തനിനിറം കാണുവാൻ അധികം താമസിക്കേണ്ടി വരികയില്ല. സർവ്വവിധ ഭക്തകൃത്യങ്ങളും അവർ ചെയ്തു തുടങ്ങും. എല്ലാ കൂട്ടായ്മകളിലും അംഗത്വം സ്വീകരിക്കും. പക്ഷെ വിശ്വസ്തയോടെ അവയുടെ നിയമങ്ങൾ അവർ അനുസരിക്കുകയില്ല. ചന്ദ്രനെ പോലെ അവർ നിരന്തരം പരിവർത്തന വിധേയരാണ്. ആകയാൽ ചന്ദ്രനെ പാദപീഠമാക്കി വാഴുന്ന പരിശുദ്ധ അമ്മ അവർക്ക് നൽകുന്ന സ്ഥാനം ചന്ദ്രനോടൊപ്പം പാദത്തിന് കീഴിലായിരിക്കും. മറിയത്തിൻ്റെ വിശ്വസ്തതയിലും സ്ഥിരതയിലും ഓഹരി പറ്റുന്ന വിശ്വസ്ത ദാസരുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുവാൻ ചഞ്ചല മനസ്കരായ അവർ തികച്ചും അയോഗ്യരാണ്.
പലവിധ ഭക്തകൃത്യങ്ങളുടെയും പ്രാർത്ഥനകളുടെയും ഭാരം പേർന്നതിലും ഭേദം പിശാചിൻ്റെയും ജഡത്തിൻ്റെയും ലോകത്തിൻ്റെയും എതിർപ്പുകളെ വകവയ്ക്കാതെ വിശ്വസ്തയോടും സ്നേഹത്തോടും കൂടി ചുരുക്കം ചിലത് മാത്രം ചെയ്യുകയാണ് അവർക്ക് നല്ലത് എന്ന് വിശുദ്ധ ലൂയിസ് ദി മോൺഫോർട്ട് ഓർമ്മിപ്പിക്കുന്നു. ഇനി ആറാമത്തെ കൂട്ടരാണ് കപട ഭക്തിയിൽ ജീവിക്കുന്നവർ. മാതാവിൻ്റെ മേലങ്കിയുടെ കീഴിൽ തങ്ങളുടെ പാപങ്ങളും ദുസ്വഭാവങ്ങളും മറച്ചു വെച്ച് മറ്റുള്ളവരുടെ മുൻപിൽ മാന്യരായും ഭക്തരായും പ്രത്യക്ഷപ്പെടുവാനാണ് ഇവരുടെ ശ്രമമെന്ന് വിശുദ്ധ ലൂയിസ് ദി മോൺഫോർട്ട് പഠിപ്പിക്കുകയാണ്. ഇനി അവസാനത്തെ കൂട്ടർ, ഏഴാമത്തെ കൂട്ടർ സ്വാർത്ഥ തൽപരരാണ് എന്ന് വിശുദ്ധൻ പഠിപ്പിക്കുന്നു. സ്വാർത്ഥ തൽപരർ അപകടങ്ങളെ അകറ്റുവാനും അസുഖങ്ങൾ മാറുവാനും കേസുകൾ ജയിക്കുവാനും മറ്റും മാതൃസമക്ഷം അഭയം തേടുന്ന സ്വാർത്ഥമതികളാണിവർ. സ്വകാര്യ ലാഭമില്ലെന്നായാൽ അവിടം കൊണ്ട് അവസാനിച്ചു അവരുടെ മരിയഭക്തി. ഇവരാരും യഥാർത്ഥ ഭക്തരല്ല. ദൈവത്തിനും അവിടുത്തെ മാതാവിനും ഇവർ സ്വീകാര്യരുമല്ല എന്ന് വിശുദ്ധൻ പഠിപ്പിക്കുന്നു. നമുക്ക് വിമർശകരുടെ ഇനത്തിൽ പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാമെന്ന് വിശുദ്ധൻ നമ്മെ ഓർമ്മിപ്പിക്കുക. അവർ ഒന്നും വിശ്വസിക്കുന്നില്ല, എല്ലാറ്റിനെയും വിമർശിക്കുന്നു. കർത്താവിനോടുണ്ടാകേണ്ട ഭക്തിയെ മറിയത്തോടുള്ള അതിര് കടന്ന ഭക്തി കുറയ്ക്കുമോ എന്ന ഭയപ്പാടിൽ കഴിയുന്ന സംശയപ്രകൃതക്കാരോടും നമുക്ക് വീഴ്ച വേണ്ട. ഭാഗ്യഭക്തരുടെ ഭക്തിയെല്ലാം പുറമേ കാണുന്ന അനുഷ്ഠാനങ്ങൾ മാത്രമാണെങ്കിൽ സ്വയം വഞ്ചകർ ഏതാനും കൃത്യങ്ങൾ നിർവഹിച്ചുകൊണ്ട് പാപച്ചേറ്റിൽ മുങ്ങിത്തുടിക്കുന്നു. എന്നാൽ ചഞ്ചലമനസ്കർ തങ്ങളുടെ ഭക്തകൃത്യങ്ങൾ ലാഘവബുദ്ധിയ എപ്പോഴും മാറ്റുകയോ ഏറ്റവും നിസ്സാരമായ പ്രലോഭനത്താൽ പോലും പൂർണ്ണമായി നിർത്തിവയ്ക്കുകയോ ചെയ്യും. കപടഭക്തരാകട്ടെ പല സംഘടനകളിലും അംഗത്വം സ്വീകരിക്കും. അമ്മയുടെ പ്രത്യേക വസ്ത്രം ധരിച്ച് മാന്യത ഭാവിക്കുകയും ചെയ്യും. രോഗവിമുക്തിക്ക് വേണ്ടിയോ എന്തെങ്കിലും ലൗകിക കാര്യസാധ്യത്തിന് വേണ്ടിയോ മാത്രമായിരിക്കും സ്വാർത്ഥ തൽപരർ മരിയഭക്തി അഭ്യസിക്കുക. ഇപ്രകാരം ഈ 5 യഥാർത്ഥമല്ലാത്ത മരിയഭക്തരുടെ കാര്യം പറഞ്ഞ് നമ്മൾ ഇതിലേതെങ്കിലും ഗണത്തിൽപ്പെടുന്നവരാണെങ്കിൽ ഈ നിമിഷം തന്നെ അവയിൽ നിന്ന് പുറത്തു വന്ന് യഥാർത്ഥ മരിയഭക്തരായി ജീവിക്കുവാൻ പരിശുദ്ധ അമ്മ നമ്മെ വിളിക്കുകയാണ്. God bless you all.